നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ഒല്ലൂരിൽ വൻ ലഹരി മരുന്നുവേട്ട. 3 കോടിയിലധികം വില വരുന്ന രാസലഹരിയുമായി കണ്ണൂർ സ്വദേശി ഫാസിൽ പിടിയിൽ. കൊടകര കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ദുഃഖ്രാന തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ അതിരൂപത ആചരിക്കുന്ന അവകാശ ദിനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ പള്ളികളിൽ പ്രതിഷേധ ജ്വാലയും ഒപ്പുശേഖരണവും സംഘടിപ്പിച്ചു. തലോർ സെന്ററിലെ റോഡിലെ കുഴികൾ അപകടക്കെണിയാകുന്നു. മേഖലയിൽ അപകടങ്ങൾ പതിവാകുന്നു. കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കോടാലി ഓവുങ്ങൽ ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ KSEB പുതുക്കാട് സെക്ഷൻ ഓഫീസും പുതുക്കാട് JCAയും ചേർന്ന് ശനിയാഴ്ച കൂട്ടയോട്ടം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ഒല്ലൂരിൽ വൻ ലഹരി മരുന്നുവേട്ട. 3 കോടിയിലധികം വില വരുന്ന രാസലഹരിയുമായി കണ്ണൂർ സ്വദേശി ഫാസിൽ പിടിയിൽ. ബുധനാഴ്ച പുലർച്ചെ തൃശൂർ ഡാൻസാഫും ഒല്ലൂർ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഡാൻസാഫിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കാറിൽ മാരക രാസലഹരിയായ MDMA വൻതോതിൽ കടത്തുന്നു എന്നായിരുന്നു വിവരം. തുടർന്ന് ഒല്ലൂർ പോലീസിന്റെ സഹകരണത്തോടെ നടത്തിയ പരിശോധനയിലാണ് ഫാസിൽ പിടിയിലാവുന്നത്. ഒല്ലൂരിൽ നിന്നും തലോരിലേക്ക് പോകുന്നതിനിടെ PR പടിയിൽ വെച്ചാണ് പ്രതി പിടിയിലായത്. തുടർന്ന് വാഹനം പരിശോധിച്ചതിൽ നിന്നും MDMA കണ്ടെത്തി. തുടർന്ന് പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ആലുവയിലെ വീട്ടിൽ കൂടുതൽ MDMA സൂക്ഷിച്ചിട്ടുള്ള വിവരം ലഭിച്ചു. ആലുവയിലെ വീട്ടിൽ നിന്നും കാറിൽ നിന്നുമായി 2.5 കിലോ MDMA ആണ് കണ്ടെത്തിയത്. കൊച്ചിയിൽ നിന്നും തൃശ്ശൂരിലെ വിവിധ പ്രദേശങ്ങളിൽ വിതരണം നടത്താനായി കൊണ്ടുവരുന്നതിനിടെയാണ് ഫാസിൽ പിടിയിലായത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് പ്രതി MDMA എത്തിക്കുന്നത്. ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളിൽ നിന്നും കണ്ടെത്തിയ ലഹരി വസ്തുവിന് മാർക്കറ്റിൽ 3 കോടിയിലധികം വില വരും. കൊടകര കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ദുഃഖ്രാന തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ തിരുക്കർമ്മങ്ങളിലും തുടർന്ന് നടന്ന നേർച്ച ഊട്ടിലും ആയിരങ്ങൾ പങ്കെടുത്തു. രാവിലെ നടന്ന പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഷിബു നെല്ലിശ്ശേരി മുഖ്യ കാർമ്മികനായി. ഫാദർ ഫ്രാൻസിസ് പാറയ്ക്ക സഹകാർമ്മികനായിരുന്നു. ഫാദർ സിജു കൊമ്പൻ സന്ദേശം നൽകി. തുടർന്ന് തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ അലക്സ് കല്ലേലി ഊട്ടുസദ്യ വെഞ്ചരിച്ചു. കുരിശുമുടിയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ കാർമ്മികനായി. നൊവേന, പ്രദക്ഷിണം, തിരുശേഷിപ്പ് വണക്കം എന്നിവ ഉണ്ടായിരുന്നു. റാസ കുർബാനയ്ക്ക് ഫാദർ ഫ്രാൻസൺ താനാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ടിൻഡോ ഞാറേക്കാടൻ സന്ദേശം നൽകി. ഫാദർ ജോമി ചേരടായി, റെക്ടർ ഫാദർ അലക്സ് കല്ലേലി, അനൂപ് കോലങ്കണി എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, തിരുശേഷിപ്പ് വണക്കം എന്നിവ ഉണ്ടായി. ഡീക്കൻ ജോർജുട്ടി, ജനറൽ കൺവീനർ ജോർജ് പന്തലൂക്കാരൻ, ഫുഡ് കൺവീനർ സൈമൺ കറുകുറ്റിക്കാരൻ, കൈക്കാരന്മാരായ ആൻഡു കരിയാട്ടി, ജോസ് വെട്ടുമണിക്കൽ, ഷിജു പഴയടത്ത് പറമ്പിൽ, ലിജോ ചാദേലി എന്നിവർ നേതൃത്വം നൽകി. മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖ്രാന തിരുനാളിനോടനുബന്ധിച്ച് വരന്തരപ്പള്ളി വിമലഹൃദയ പള്ളിയിൽ മാർഗം കളി നടത്തി. ഇടവകയിലെ മാതൃവേദി അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു മാർഗം കളിയുടെ അവതരണം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, സെന്റ് തോമസ് ദിനമായ ജൂലൈ 3 അവധി ദിനമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ അതിരൂപത ആചരിക്കുന്ന അവകാശ ദിനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ പള്ളികളിൽ പ്രതിഷേധ ജ്വാലയും ഒപ്പുശേഖരണവും സംഘടിപ്പിച്ചു. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെയും പാസ്റ്റൽ കൗൺസിലിന്റെയും നേതൃത്വത്തിൽ അതിരൂപത അവകാശ ദിനാചരണം നടത്തി.
വികാരി ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ അധ്യക്ഷനായിരുന്നു. പാസ്റ്റർ കൗൺസിൽ ഫോറാന സെക്രട്ടറി ഈപ്പൻ കരിയാറ്റിൽ പ്രമേയം അവതരിപ്പിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ജോവിൻസ് എക്കാടൻ, ഡീക്കൻ ലിൻസൺ അക്കരപ്പറമ്പിൽ, റാഫി ചെറുവാൾക്കാരൻ, ജോഷി തളിയപ്പറമ്പിൽ, പോൾസൺ തേറാട്ടിൽ, ഗ്ലാൻസൺ പള്ളിത്തറ, റോസ്ലി ആൻഡു, ലിസി ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥ സംബന്ധിച്ച് പഠനം നടത്തുവാനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് കെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച 1 വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഏറ്റവും അടിയന്തരമായി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും ഔദ്യോഗികമായും പ്രസിദ്ധീകരിക്കണമെന്ന് കമ്മീഷന്റെ ശുപാർശകൾ സഭകളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കണമെന്നും ഈ യോഗം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. സിന്ദാബാദ് 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 തൃശൂർ അതിരൂപത സിന്ദാബാദ് 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 കത്തോലിക്ക കോൺഗ്രസ് സിന്ദാബാദ്. വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് പള്ളിയിൽ പ്രതിഷേധ ജ്വാലയും ഒപ്പുശേഖരണവും സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജെയ്സൺ ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ ശോഭൻ പട്ടേരി, റാഫേൽ പനംകുളത്തുകാരൻ, പോൾ തോട്ടാൻ, അതിരൂപത പാസ്റ്റൽ കൗൺസിൽ അംഗം ഹരൻ ബേബി എന്നിവർ പ്രസംഗിച്ചു. പ്രതിഷേധ പരിപാടിയോടനുബന്ധിച്ച് പ്രമേയം അവതരണവും ഉണ്ടായിരുന്നു. റിപ്പോർട്ട് പൂർണ്ണമായും ഔദ്യോഗികമായും പ്രസിദ്ധീകരിക്കണമെന്നും കമ്മീഷന്റെ ശുപാർശകൾ സഭകളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കണമെന്നും ഈ യോഗം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ഭാരതത്തിലെ പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ നടന്ന അവകാശ പ്രഖ്യാപന സദസ്സും ഒപ്പുശേഖരണവും വികാരി ഫാദർ ജെയ്സൺ കൂനമ്പ്ളക്കൽ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് സെക്രട്ടറി സിനീഷ് കരുവന്നുകാരൻ പ്രമേയം അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര, ട്രസ്റ്റി ആന്റണി കുറ്റൂക്കാരൻ, PC ജോസ്, ജോയ് ആറ്റുപുറം, ജിജോ തൊമ്മാന എന്നിവർ പ്രസംഗിച്ചു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. അതോടൊപ്പം സഭയുടെ അവകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. ഇതിന് ആവശ്യമായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതേ ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കാനാണ്. നമ്മുടെ വിശ്വാസ കാര്യങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് നമ്മുടെ മക്കൾക്കും അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്കും ഇന്നേ ദിവസം അവധി കിട്ടിയില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഈശോയുടെ വിശ്വാസം പകർന്നു തന്ന വിശുദ്ധ തോമാശ്ലീഹായുടെ രക്തസാക്ഷിത്വ തിരുനാള് നമ്മളിന്ന് ആചരിക്കുകയാണ്. ഈ ദിവസം തന്നെ കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെയും പിന്നാക്കാവസ്ഥ സംബന്ധിച്ച് പഠനം നടത്തുന്നതിനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല. നമുക്കറിയാവുന്ന ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ ദുഃഖാന തിരുനാള്. ആദ്യമായിട്ട് എല്ലാവർക്കും ദുഃഖാന തിരുനാളിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്നേ ദിവസം നമുക്ക് തലോർ സെന്ററിലെ റോഡിലെ കുഴികൾ അപകടക്കെണിയാകുന്നു. 2 മാസത്തിലേറെയായി ഈ ഭാഗത്ത് കുഴികൾ രൂപപ്പെട്ടിട്ട് ഇതോടെ അപകടങ്ങളും പതിവാവുകയാണ്. ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. മഴ സമയത്തും രാത്രിയിലുമാണ് അപകടങ്ങൾ ഏറെയും സംഭവിക്കുന്നത്. മഴ പെയ്താൽ കുഴികളിൽ വെള്ളം നിറഞ്ഞ് റോഡ് തിരിച്ചറിയാൻ കഴിയാതെയാണ് അപകടങ്ങളുണ്ടാകുന്നത്. വലിയ വാഹനങ്ങളും കുഴിയിൽപ്പെട്ട് നിയന്ത്രണം തെറ്റാറുണ്ട്. വീതി കുറഞ്ഞ റോഡിൽ കുഴികൾ രൂപപ്പെട്ടതോടെ ഗതാഗത കുരുക്കിനും കാരണമായി. ക്വാറി വേസ്റ്റിട്ട് നാട്ടുകാർ താൽക്കാലികമായി കുഴികൾ അടച്ചിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. യാത്രക്കാരുടെ ദുരിതം പരിഹരിക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണമുയരുന്നുണ്ട്. 1 മാസമായിട്ട് ഉള്ള കുഴികളാണിത്. ഒരു 3 ബൈക്കുകാരും ഒരു ലോറിയുടെ ലീഫ് ഓടിച്ചിട്ട് ഇവിടെ ഇതായിട്ട് കിടക്കുന്നതാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ 2 പ്രാവശ്യം ഇതിൽ കോൺക്രീറ്റ് ചെയ്തു. അത് നിന്നില്ല. ഇനിയും അപകടങ്ങളുടെ സാധ്യത കൂടുതലാണത്. അപ്പോൾ ബൈക്കുകാർ വന്നു കഴിഞ്ഞാൽ ബാക്കിൽ വന്നിട്ട് ബാക്കിൽ ഒരു 3 വണ്ടി ഒരുമിച്ചൊക്കെയാണ് ഇടിക്കുന്ന ഒരു സീനാണ് ഇവിടെ കാണുന്നത് ഞങ്ങൾ. പിന്നെ എത്ര വട്ടം ഞങ്ങൾ ഇതിൻ്റെ അധികാരികളോട് പല ആളുകളോടും ഞങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സംസാരിക്കുകയും അതിനെക്കുറിച്ച് യാതൊരു റീപ്ലൈ ഉണ്ടായില്ല. ശരിയാവും എന്ന് പറയുന്നതല്ലാണ്ട് ഇതുവരെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ നിരന്തരം ബൈക്കുകാർ വന്ന് രാത്രിയാണ് ഏറ്റവും കൂടുതൽ കുഴി ചാടി അറിയാതെ മഴയത്ത് വരുമ്പോൾ ഫ്രണ്ട് വീല് വീണ് വണ്ടി ഒടിഞ്ഞ് വീണു അപകടം പറ്റില്ല. ഇത് പലവട്ടം പകലും രാത്രിയെന്നില്ല എപ്പം നോക്കിയാലും ഈ വഴി ബ്ലോക്കാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരാളും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കോറി വേസ്റ്റ് കൊണ്ടിടും. ഇടയ്ക്ക് അടയ്ക്കും. പക്ഷേ അത് ഭയങ്കര ശല്യമായിട്ട് പൊടിയായിട്ട് കടകൾ ഞങ്ങൾ വ്യാപാരികൾക്ക് ഭയങ്കര ദോഷകരമായിട്ട് ബാധിക്കുകയാണ്. അത്രയധികം പൊടിയാണ് അതിൽ നിന്ന് പൊന്ത. അത് കൂടാണ്ട് അതിൽ 2 വീലേഴ്സ് വീണ് ഭയങ്കര അപകടങ്ങളുണ്ടാവുക, ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങളുണ്ടാവുക. അതിലൊക്കെ ഉപരിയായിട്ട് ഇവിടെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്.
ഈ സെൻട്രലിലേക്ക് മാത്രം ഈ ലൈറ്റ് വരില്ല. രാത്രി കാലങ്ങളിൽ ഭയങ്കര ഇരുട്ടായി പോകാം. ഇത്ര വലിയ സെൻറ്ററാണ്. ഒല്ലൂർ കഴിഞ്ഞാൽ അടുത്ത സെൻറ്ററായിട്ട് വരുന്ന ഒരു വലിയ സെൻറ്ററാണിത്. പക്ഷേ ഹൈമാസ്റ്റ് ലൈറ്റ് ഇവിടെ കൊല്ലങ്ങളായിട്ട് ഇവിടെ കത്തുന്നില്ല. ഒരു സൈഡ് മാത്രമുണ്ട് സെൻട്രൽ റോഡുകൾക്ക് വെളിച്ചില്ല. അപ്പോൾ അത് കുഴി കാണുന്നില്ല. മഴ പെയ്താൽ കുഴി നിറഞ്ഞ് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ടൂ വീലേഴ്സ് സ്ത്രീകളടക്കം എല്ലാവരും വീണ അപകടങ്ങൾ ഉണ്ടാവുകയാണ്. കൂടാതെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്തും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ചെളി തെറിക്കുന്നത് പതിവാണ്. യാത്രക്കാരുടെ ദുരവസ്ഥയ്ക്ക് പൊതുമരാമത്ത് അധികൃതർ പരിഹാരം കാണണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വരന്തരപ്പള്ളി BJP മേഖലാ സമിതിയുടെ നേതൃത്വത്തിൽ പൗണ്ട് സെന്ററിൽ നിന്നും കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഡോക്ടറുടെ സേവനം ദിവസം മുഴുവൻ ഉറപ്പാക്കണമെന്നും മരുന്നുക്ഷാമം പരിഹരിക്കണമെന്നും രോഗികളുടെ എണ്ണത്തിനനുപാതമായി ജീവനക്കാരെ നിയമിക്കണമെന്നും BJP ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധ പരിപാടികൾ BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി മേഖലാ പ്രസിഡന്റ് K. രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറി KB സന്ദീപ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് CB ഷിനോജ്, മുപ്ലിം മേഖലാ പ്രസിഡന്റ് സവിത സുരേഷ്, വരന്തരപ്പള്ളി മേഖലാ ജനറൽ സെക്രട്ടറി അനിൽ തെക്കൂട്ട്, SC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ബാബു, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ബിന്ദു പ്രിയൻ, ശ്രുതി രാകേഷ്, NP അരുൺ, TS അനിൽ എന്നിവർ സന്നിഹിതരായി. അറിവില്ലാത്ത ആളുകളെ കൊണ്ട് മരുന്ന് കൊടുക്കുന്ന ഏർപ്പാടല്ല ഇവിടെ സംഘടിപ്പിക്കേണ്ടത്. അതുകൊണ്ട് അടിയന്തരമായി ഇടപെട്ടതിന് ശാശ്വതമായ പരിഹാരം കാണാൻ അധികാരികൾ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. ഈ മേഖലയിൽ പാവപ്പെട്ടവന് വേണ്ടിയുള്ള ഏത് വിഷയത്തിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രീയം നോക്കാതെ പടപൊരുതാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ്. നമ്മുടെ മണ്ഡലത്തിന്റെ വികസനത്തിന് കേന്ദ്രത്തിന്റെ സഹായമാണ് ആവശ്യമെങ്കിൽ ആവശ്യപ്പെടാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം. ഇവിടെ പനി ബാധിച്ച് ഒരു രോഗി വന്നാൽ, ഒരു മുറിവ് പറ്റി ഒരു രോഗി വന്നാൽ ആ രോഗിയുടെ തുടർ ചികിത്സ വേണ്ട രീതിയിൽ നടപ്പിലാക്കാൻ ഉള്ള സാഹചര്യം ഈ പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം കൊടുക്കുന്ന ഈ ആരോഗ്യ കേന്ദ്രത്തിലില്ല. കോടാലി ഓവുങ്ങൽ ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഭഗവത് സിംഗ്, PC വേലായുധൻ, ജോളി ജോസഫ്, സിജിൽ ചന്ദ്രൻ, സജീവ് കുമാർ പൈങ്കയിൽ, ജെയ്സൺ കുറുമാപ്പിള്ളി, ബേബി കണ്ണമ്പടത്തി, VM നാസർ, നിസാർ കറപ്പം വീട്ടിൽ, VR പങ്കജാക്ഷൻ, ജോസഫ് കുപ്പാപ്പിള്ളി, ജോയ് പുരയിടം എന്നിവർ നേതൃത്വം നൽകി. ലിൻജോ പള്ളിപ്പറമ്പൻ, സൂരജ് കുണ്ടനി, AM ബിജു, KA അമ്മുണ്ണി, പ്രതീഷ് പണ്ടാരത്തിൽ, ലിനോ മൈക്കിൾ, ജൈനി സിജോ എന്നിവർ പ്രസംഗിച്ചു. മറുപടി പറയൂ MLA, മറുപടി പറയൂ MLA, മറുപടി പറയൂ പഞ്ചായത്ത്, മറുപടി പറയൂ പഞ്ചായത്ത്. അയ്യയ്യേ ഇത് നാണക്കേട്, അയ്യയ്യേ ഇത് നാണക്കേട്, അയ്യയ്യേ ഇത് നാണക്കേട്, അയ്യയ്യേ ഇത് നാണക്കേട്. കഴിവില്ലാത്തൊരു MLA, കഴിവില്ലാത്തൊരു MLA, CPM MLA. വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ KSEB പുതുക്കാട് സെക്ഷൻ ഓഫീസും പുതുക്കാട് JCIയും ചേർന്ന് ശനിയാഴ്ച കൂട്ടയോട്ടം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8:30 ആമ്പല്ലൂരിലുള്ള സെക്ഷൻ ഓഫീസിന് മുൻപിൽ മുൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്യും. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ B ഷീജ അധ്യക്ഷത വഹിക്കും. 150ഓളം പേർ കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിജ പോൾ, പുതുക്കാട് ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ KA സദാശിവൻ, JCI തൃശൂർ സെറേനിറ്റി കോർഡിനേറ്റർ ജോസ് ആൻഡോ തോമസ്, സീനിയർ സൂപ്രണ്ട് ഇൻചാർജ് ലിയോ രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇലക്ട്രിസിറ്റി അതോറിറ്റി നാഷണൽ സേഫ്റ്റി ഡേ ആയിട്ട് 26/6/24 ആചരിക്കുകയുണ്ടായി. 26 ജൂൺ 26 മുതൽ ജൂലൈ 2 വരെ നാഷണൽ സേഫ്റ്റി വീക്കായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. ആക്സിഡൻറ്റുകൾ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ 2020 ഓൾ കേരള നമ്മുടെ KSEBയിൽ 554 അപകടങ്ങളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഡിവിഷൻ്റെ കീഴിൽ പുതുക്കാട് സെക്ഷനിലാണ് നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രാഥമികമായിട്ടും
മറ്റ് കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ നമ്മൾ സാധാരണ ബൈക്ക് റാലികൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് ക്ലാസ്സുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രാവശ്യം നമുക്കൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സുരക്ഷ 2024 ഉള്ളൊരു മുദ്രാവാക്യം. അതിൽ മെയിനായിട്ട് നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഇരുമ്പ് തോട്ടി, ലാഡർ, അതുപോലെ വീടിൽ ELCB ഇല്ലായ്മ, പിന്നെ പ്രധാനമായിട്ടും നമുക്ക് അപകടങ്ങളുണ്ടാകുന്നത് പൊട്ടി. ദേശീയ സുരക്ഷാ വാരാചരണത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ കൂട്ടയോട്ടത്തിൽ JC ടിച്ചു ഗ്രീൻ സിറ്റിയെ കൂടി പങ്കാളികളാക്കാനായിട്ട് കാണിച്ച ആ വലിയ മനസ്സിന് ആദ്യമേ നന്ദി പറയുകയാണ്. ഇവിടെ ക്രിയാത്മകമായി നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക്, യുവജന സംഘടന എന്ന നിലയ്ക്ക് ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇതിനോട് സഹകരിക്കുകയും അതോടൊപ്പം തന്നെ ആമ്പല്ലൂരിൽ അപകടത്തിൽ പരിക്കേറ്റവരുമായി പോയ ആംബുലൻസ് പിക്കപ്പുമായി കൂട്ടിയിടിച്ച് ഡിവൈഡറിൽ ഇടിച്ചുകയറി. ബുധനാഴ്ച രാവിലെ 10 മണിക്കായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പരിക്കേറ്റവരെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയ പുതുക്കാട് സഹകരണ ബാങ്കിന്റെ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. ആംബുലൻസ് ആമ്പല്ലൂർ സിഗ്നൽ കടക്കുന്നതിനിടെ ചാലക്കുടി ഭാഗത്തു നിന്ന് വന്ന പിക്കപ്പിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഡിവൈഡറിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് ബാരിക്കേഡ് തെറിച്ച് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ പതിച്ചു. വരന്തരപ്പള്ളിയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ ദമ്പതികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ആംബുലൻസ്. പരിക്കേറ്റവരെ മറ്റൊരു ആംബുലൻസിൽ തൃശ്ശൂരിലെത്തിച്ചു. BJP ജില്ലാ പ്രസിഡന്റിനെതിരെ സർക്കാർ കള്ളക്കേസെടുത്തെന്നാരോപിച്ച് BJP വരന്തരപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് K രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു. PK ബാബു, സന്ദീപ് ആമ്പല്ലൂർ, TS അനിൽ, ഷിനോജ് ചുള്ളിപ്പറമ്പിൽ, ബിന്ദു പ്രിയൻ, സലിൽ കുണ്ടനി, സവിത സുരേഷ്, VB അരുൺ, ശ്രുതി രാഗേഷ് എന്നിവർ നേതൃത്വം നൽകി. കരിവന്നൂരിലത്തെ കള്ളന്മാർക്കെതിരെ ED കേസെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിനെതിരായിട്ട് BJPയുടെ നേതാക്കൾക്കെതിരെ കള്ളക്കേസെടുക്കാൻ തയ്യാറായിരിക്കുന്നു. കരിവന്നൂരിലെ കട്ടുമുടിച്ച കള്ളന്മാരുടെ കുറുമാലി തൊട്ടിപ്പാൾ മുളങ്ങ് റോഡ് നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച കരാറുകാരനെ മാറ്റുന്നതിന് അനുമതി ലഭിച്ചതോടെ പുതിയ ടെൻഡർ വിളിച്ച് റോഡ് നിർമ്മാണം വേഗത്തിലാകുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ. മലബാർ കൺസ്ട്രക്ഷൻസ് എന്ന കരാർ കമ്പനിയായിരുന്നു കരാർ ഏറ്റെടുത്തിരുന്നത്. 10 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്ന കുറുമാലി തൊട്ടിപ്പാൾ മുളങ്ങ് റോഡിലെ 27% പ്രവൃത്തികൾ ചെയ്ത കരാറുകാരൻ പ്രവൃത്തികൾ പൂർത്തീകരിക്കാതെ വലിയ കാലതാമസം വരുത്തുകയായിരുന്നു. മാത്രമല്ല, കൾവെട്ടുകളും മറ്റും പൊളിച്ചു മാറ്റിയത് പുനർനിർമ്മിക്കാതെയും റോഡിന്റെ വശങ്ങൾ താഴ്ത്തിയത് പുനർനിർമ്മിക്കാതെയും ആയതിനാൽ വാഹന ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കി. നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ അപകട സാഹചര്യവും ഉണ്ടായി. ഏകദേശം 1 വർഷത്തോണ്ട് കഴിയേണ്ട ഈ റോഡ് 3 വർഷക്കാലമൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഒരു ഇത് എത്രയും പെട്ടെന്ന് അതിനുശേഷം എടുത്ത അപ്പുറത്തെ റോഡ് അത് അതിൻ്റെ പണി കഴിയാനായി 1 കൊല്ലം ആയിട്ടുള്ള തുടങ്ങിയിട്ട്. അപ്പോൾ അതുപോലെ വളരെയധികം അനാസ്ഥ ഞങ്ങൾ അതിനോട് പ്രതികരിച്ചതുകൊണ്ട് കാര്യം നമ്മുടെ MLA-യോടും അതുപോലെ പാർട്ടി ആയിട്ടും നമ്മൾ പഞ്ചായത്തിലും ഭരണസമിതിയും ഒക്കെ ഇടപെട്ടതുകൊണ്ട് അത് അദ്ദേഹത്തിനെ മാറ്റാനായിട്ട് സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഇത് ടെൻഡർ ചെയ്ത് ഈ റോഡ് ഞങ്ങൾക്ക് വേഗം തന്നെ ഇത് ശരിയാക്കി കിട്ടിയാൽ വളരെ ഉപകാരപ്രദമാകും എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇവിടെ തുടങ്ങിയപ്പോൾ നല്ല സ്പീഡിലാണ് ഇവിടെ എല്ലാ പ്രവർത്തനം തുടങ്ങിയത്. 1 കൊല്ലം കൊണ്ട് തീരുമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം പതുക്കെ മന്ദഗതിയിലായി. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിലത്തെ, അതായത് ഈ മുളങ്ങ് സെൻറ്റർ കഴിഞ്ഞിട്ട് ഒരു 5-6 വീടുകൾക്ക് വീടിൻ്റെ ഫ്രണ്ടിലത്തെ പാലം പൊളിച്ചു കളഞ്ഞിട്ട് ഇയാളെ പിന്നെ ഈ വഴിക്ക് കാണാനില്ല. അപ്പോൾ നിരന്തരം നമ്മൾ MLA-യുടെ ഓഫീസ് പോയി MLA വരും, MLA-ആയിട്ട് ഇടപെട്ട് അയാൾ ഒരു വട്ടം കൂടി കൊണ്ടുവന്നിട്ടാണ്. MLA അതിൽ നമുക്ക് PWD എഞ്ചിനീയർ ആയാലും MLA ആയാലും അവരുടെ അടുത്ത് നിരന്തരം പ്രഷർ ചെയ്തിട്ട് അയാൾ രണ്ടാമത് വന്നത്. അതിനുശേഷം അയാൾ ഇവിടെ പാലം പൊളിച്ചു, ഈ മെയിൻ സെൻറ്ററായി പാലം പൊളിച്ചു. അപ്പോൾ ഈ ആറാട്ടുപുഴ പൂരം നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ പാലം ഇല്ലാതെ ജനങ്ങൾ ഭയങ്കരമായിട്ട് കൂടുതൽ വരുന്ന സമയമാണ്, ജനങ്ങൾ ഭയങ്കരമായിട്ട് വരുന്ന സമയമാണ്. അപ്പം MLA നാട്ടുകാർ KK രാമചന്ദ്രൻ MLA-ക്ക് പരാതി നൽകിയതോടെ കരാർ കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് MLA പൊതുമരാമത്ത് മന്ത്രിക്ക് കത്ത് നൽകുകയായിരുന്നു. കമ്പനിയെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ ഒഴിവാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിച്ചതിനെതിരെ കരാർ കമ്പനി കോടതിയിൽ പോയിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയോട് തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശിച്ച പ്രകാരം പൊതുമരാമത്ത് സെക്രട്ടറി ഹിയറിംഗ് നടത്തി കരാറുകാരനെ ഒഴിവാക്കാൻ തീരുമാനിക്കുകയായിരുന്നു.
ബാക്കിയുള്ള പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായി കെ രാമചന്ദ്രൻ MLA അറിയിച്ചു. CITU അറിവുത്സവത്തിന്റെ കൊടകര ഏരിയ തല സംഘാടക സമിതി രൂപീകരണ യോഗം പുതുക്കാട് നടത്തി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കോനിക്കര പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഏരിയ പ്രസിഡന്റ് AV ചന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ, PG വാസുദേവൻ നായർ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, MK അശോകൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ MR രഞ്ജിത്തിനെ ചെയർമാനായും PC ഉമേഷിനെ കൺവീനറായും AV ചന്ദ്രനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ജൂലൈ 21-ന് പുതുക്കാട് EMS സ്മാരക മന്ദിരത്തിലും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലുമായി നടക്കുന്ന അറിവുത്സവത്തിൽ ക്വിസ്, പ്രസംഗം, ലേഖനം, കവിത, ചെറുകഥ, പോസ്റ്റർ, മുദ്രാവാക്യ രചന എന്നീ ഇനങ്ങളിൽ മത്സരങ്ങൾ ഉണ്ടാവും. കൊടകര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ നവീകരിച്ച കോൺഫറൻസ് ഹാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സ്വപ്ന സത്യൻ, ദിവ്യ ഷാജു, അംഗങ്ങളായ പ്രനില ഗിരീശൻ, CA റെക്സ്, ഷീബ ജോഷി, ബിജി ഡേവിസ്, TK പത്മനാഭൻ, MM ഗോപാലൻ, CDS ചെയർപേഴ്സൺ AR രാജേശ്വരി, അസിസ്റ്റന്റ് സെക്രട്ടറി MA സുനിൽകുമാർ, A വിനോദ് കുമാർ, MN അജിത, VM ജലജ എന്നിവർ സന്നിഹിതരായി. പഞ്ചായത്തിന് ഒരു നല്ല കോൺഫറൻസ് ഹാൾ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്കും താങ്ങാവുന്ന തരത്തിലുള്ള ഒരു ഹാളുമായി തീർത്തും ജനകീയ സ്വഭാവത്തോടെ ഈ ഹാള് മാറുന്നു. ഒരു നല്ല അന്തരീക്ഷത്തിൽ നിങ്ങളുടെ യോഗങ്ങൾ കൂടുകയും നല്ല തീരുമാനങ്ങളും നാടിന് നന്മയുണ്ടാകുന്ന പ്രവർത്തികൾ. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ 2024-25 വർഷത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ 5 സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി. റിലീവിംഗ് ഹങ്കർ പരിപാടിയുടെ ഭാഗമായി സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും വിതരണം ചെയ്തു. പ്രോട്ടീൻ ഭക്ഷ്യക്കിറ്റ് വിതരണം, കറിവേപ്പില തോട്ട നിർമ്മാണം എന്നിവയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ഡെയ്നി സെലിൻ, PTA പ്രസിഡന്റ് സന്ദേശ്, PTA അംഗം പ്രദീപ് കുമാർ, ലയൺസ് ക്ലബ് പ്രസിഡന്റ് P രാധാകൃഷ്ണൻ, സെക്രട്ടറി KK വെങ്കിടാചലം, ട്രഷറർ സഞ്ജീവ് മേനോൻ, അംഗങ്ങളായ ശശാങ്കൻ നായർ, അനിൽ വടക്കേടത്ത്, P പങ്കജാക്ഷൻ, KV രാമജയൻ എന്നിവർ സന്നിഹിതരായി. പേരാമ്പ്ര സെന്റ് ആന്റണീസ് പള്ളി KCYM 39ാമത് വാർഷികം നടത്തി. ഇടവക വികാരി ഫാദർ ഷാജു പീറ്റർ കാച്ചപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ഇരിങ്ങാലക്കുട രൂപത KCYM ചെയർമാൻ ആൽബിൻ ജോയ് മേക്കാട്ടുപറമ്പൻ അധ്യക്ഷത വഹിച്ചു. ജൂലൈ 5-ന് റിലീസാകുന്ന കുരുക്ക് സിനിമയുടെ നായകൻ അനിൽ ആൻഡോ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ഇടവകയിലെ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ അമൽ മാളിയേക്കൽ, KCYM പേരാമ്പ്ര യൂണിറ്റ് പ്രസിഡന്റ് ആൽഡ്രഡ് റോയ്, പ്രോഗ്രാം കൺവീനർ ജിബിൻ ജോർജ്, ഇടവക കൈക്കാരൻ പോൾ ചുള്ളി, പേരാമ്പ്ര CLC സംഘടനാ പ്രസിഡന്റ് ലിൻഷോ ആന്റണി, KCYM സീനിയർ അംഗം ആൻസൺ ഡൊമിനിക് എന്നിവർ പ്രസംഗിച്ചു. ഗാന്ധിനഗർ IIT-യിൽ നിന്നും M.Tech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗോൾഡ് മെഡലിനും ഡയറക്ടർ ഗോൾഡ് മെഡലിനും അർഹനായി നെല്ലായി സ്വദേശി രാമനാഥൻ. നെല്ലായി ഹരിത് നഗർ 3-ാം സ്ട്രീറ്റ് ശ്രീറാം നിവാസിലെ സുബ്രഹ്മണ്യൻ ഗായത്രി ദമ്പതികളുടെ മകനാണ് രാമനാഥൻ. ആലത്തൂർ ALPS സ്കൂളിന്റെ പുതിയ പദ്ധതിയായ ഫണ്ട് ഫാക്ടറിയുടെയും PTA ജനറൽ ബോഡിയുടെയും ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 10:30 നടക്കും. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്യും. വാർഡംഗം TK സതീശൻ അധ്യക്ഷനാകും. ഫുട്ബോൾ ജഗ്ലിംഗ് നൊബേൽ വേൾഡ് റെക്കോർഡ് ജേതാവ് NG അനായ് മുഖ്യാതിഥിയാകും. വിൻകോസ്റ്റ് ഗ്രൂപ്പിന്റെയും ചാലക്കുടി കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഞായറാഴ്ച സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് നടത്തും. രാവിലെ 8:30 മുതൽ 12 വരെയാണ് ക്യാമ്പ്. നന്ദിക്കര വിൻകോസ്റ്റിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ചെങ്ങാലൂർ മനക്കലക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും. ക്ഷേത്രം തന്ത്രി അഴകത്ത് മാധവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേക ചടങ്ങുകൾ നടക്കും. വൈകിട്ട് 6:30-ന് തായമ്പകയുണ്ടായിരിക്കും. ആമ്പല്ലൂർ കളരിക്കൽ മഹാഗണപതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച പുനഃപ്രതിഷ്ഠാ മഹോത്സവം നടക്കും. രാവിലെ 5:45-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും 8:30-ന് നാദസ്വരവും 10-ന് കലശാഭിഷേകവും നടക്കും. പ്രസാദ ഊട്ടുമുണ്ടായിരിക്കും. വൈകിട്ട് 6:30-ന് താലം വരവ്, തുടർന്ന് വിവിധ കലാപരിപാടികളും കലാപ്രതിഭകൾക്ക് പ്രോത്സാഹന സമ്മാനദാനവും ഉണ്ടായിരിക്കും.
മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എം ചുമതലയുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിക്കൊപ്പം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി കൂടിക്കാഴ്ച നടത്തി. വനാവകാശ നിയമം രൂപീകരിച്ച പോലെ കടലാവകാശ നിയമം പാർലമെന്റിൽ പാസാക്കണമെന്ന ആവശ്യമടങ്ങിയ നിവേദനം കേന്ദ്രമന്ത്രിക്ക് കൈമാറി. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എം സംസ്ഥാന കൺവീനർ ജോസി പി തോമസ്, സന്തോഷ് ജെയിംസ് അറക്കൽ, ജിമ്മി വർഗീസ് പയ്യപ്പള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6635 രൂപ, പവന് 53,080 രൂപ. കൊടകര പരേതനായ മാടമ്പി ചോനേടൻ അഗസ്റ്റിൻ ഭാര്യ ശോശാമ്മ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റാണി, മീര, ചെറിയാൻ, താര, പരേതനായ രാജു എന്നിവർ മക്കളും, ആനി, സണ്ണി കിഴക്കുംതല, ഡേവിസ് പോട്ടക്കാരൻ, ലിജി, പോളി തെക്കിനിയടത്ത് എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ രാമപുരം BJP മൂല വട്ടപ്പള്ളി മോഹനൻ അന്തരിച്ചു. 48 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചെങ്ങാലൂർ ശാന്തിനഗർ ഒറ്റാലി സുജിത് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഷീലയാണ് ഭാര്യ. ലക്ഷ്മി, ദേവി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ഒല്ലൂരിൽ വൻ ലഹരി മരുന്നുവേട്ട. 3 കോടിയിലധികം വില വരുന്ന രാസലഹരിയുമായി കണ്ണൂർ സ്വദേശി ഫാസിൽ പിടിയിൽ. കൊടകര കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ദുഃഖാന തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ അതിരൂപത ആചരിക്കുന്ന അവകാശ ദിനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ പള്ളികളിൽ പ്രതിഷേധ ജ്വാലയും ഒപ്പുശേഖരണവും സംഘടിപ്പിച്ചു. തലോർ സെന്ററിലെ റോഡിലെ കുഴികൾ അപകടക്കെണിയാകുന്നു. മേഖലയിൽ അപകടങ്ങൾ പതിവാകുന്നു. കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കോടാലി ഓവുങ്ങൽ ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ KSEB പുതുക്കാട് സെക്ഷൻ ഓഫീസും പുതുക്കാട് JCAയും ചേർന്ന് ശനിയാഴ്ച കൂട്ടയോട്ടം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.